त्वं कृष्णस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने नमः। ओमाचार्यपदाय अन्यताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामधारिणे नमः। ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। अनर्पितचरिं चिरात् करुणया अवतीर्णकलौ समर्पयितुम् उन्नतो जलरसां स्वभक्ते श्रियं हरिपुरणसुन्दराद्युतिकदम्बसन्दीपिता सदा हृदयकन्दरे स्फुरतु वा शचीनन्दन രാധഭക്ത. ഹരേ കൃഷ്ണ. നമ്മളെ 70ാമത്തെ ശ്ലോകം മുതലാണ് ഇനി എടുക്കേണ്ടത്. ബുക്കുള്ളവർ നോക്കുക. എല്ലാവരും ബുക്ക് വാങ്ങിക്കണം. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എല്ലാവരും വാങ്ങിക്കുക. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അവതാര സഭ പുരുഷേര കല അംശ സ്വയം ഭഗവാൻ കൃഷ്ണ സർവ അവതംസ. അപ്പൊ നമ്മൾ ഇതേവരെയും എന്താണ് മനസ്സിലാക്കിയത്? കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വീണ്ടും വീണ്ടും നമ്മളെ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്, അല്ലേ? നാരായണൻ ഈ വിശ്വത്തിന്റെ സൃഷ്ടിയുടെ നാഥനാണ്. പക്ഷേ ഒറിജിനൽ നാഥൻ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ, പരമസത്യം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭൗതിക ലോകത്തിന്റെ അനാഥന്മാരെന്ന് പറയുന്നത് പുരുഷാവതാരങ്ങളാണ്. ആ പുരുഷാവതാരങ്ങള് ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഭൗതിക ലോകത്തിന്റെ ഉടമസ്ഥനാണ്. അതുപോലെ തന്നെ മായയുമായിട്ട് അവരെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഇവരെ ആരും തന്നെ മായയ്ക്ക് അധീനരല്ല. പിന്നെ നാരായണനാണെങ്കിലോ, അതായത് മഹാവിഷ്ണു, അത് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് പലതരത്തിലും സാമ്യമുണ്ട്, സാദൃശ്യമുണ്ട്. പക്ഷെ വൈകുണ്ഠനാഥനാണ് നാരായണൻ. പുരുഷാവതാരങ്ങളുടെയൊക്കെ ഉറവിടമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ വിലാസ വിസ്തരണങ്ങളാണ്. അതേസമയം ശ്രീകൃഷ്ണ ഭഗവാനോ ഈ നാരായണന് പോലും അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പോലും അഭയം കൊടുക്കുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ അഖിലകോടി ബ്രഹ്മാണ്ട നായകനാണ്, പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, ആദി പുരുഷനാണ്, അനാദിയാണ്, അല്ലേ? അതുപോലെ തന്നെ മായ അവിടുത്തെ ശക്തിയാണെങ്കിലും മായാതീതനാണ്. മായയ്ക്കും ഉപരിയാണ് ഭഗവാൻ. ഭഗവാനെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. ഇത്രയുമാണ് നമ്മൾ ഇത്രയും ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഭാഗവതത്തിൽ നിന്നും എടുത്തിട്ട് പറയുകയാണ്. ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്, അതുപോലെ തന്നെ മഹാപ്രഭു ആരാണ് എന്നൊക്കെ.
എല്ലാ അവതാരങ്ങളും പുരുഷാവതാരങ്ങളിൽ നിന്ന് വരുന്ന അംശങ്ങളോ ആണ്. എന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ആദിമമായ ഉദ്ഭവസ്ഥാനം. അതായത് കാരണം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പൂർവപക്ഷ കഹേ ത്വമാര ഫാലത വ്യാഖ്യാന പരവ്യോമ നാരായണ സ്വയം ഭഗവാൻ. അപ്പം എതിർപക്ഷം ഇങ്ങനെ പറഞ്ഞേക്കാം, ഇത് നിങ്ങളുടെ വിശദീകരണമാണ്, പക്ഷേ വാസ്തവത്തിൽ പരവ്യോമത്തിലുള്ള നാരായണനാണ് സ്വയം ഭഗവാൻ. ഇത് നമ്മൾക്കിപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതാണ്, ഇല്ലേ? നമ്മൾ ആരോടെങ്കിലും പറയുകയാണ് ഇങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനമുണ്ട്, അവിടെ സത്സംഗമുണ്ട്, നിങ്ങൾ വരൂ ഭഗവാന്റെ തിരുനാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ അവരെന്താണ് തിരിച്ചു പറയുക? ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, വിഷ്ണുവിന്റെ അവതാരമല്ല കൃഷ്ണൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ തിരിച്ചാ പറയുന്നത്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്. വിഷ്ണുവാണ് അഖിലകോടി നായകൻ. എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ലോകങ്ങളുടെയും നാഥൻ ആരാണ്? വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് കൃഷ്ണൻ. ഇങ്ങനെയാണ് അവര് നമ്മളോട് തിരിച്ചു പറയുക, ഇല്ലേ? അപ്പൊ ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അവരോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ വിശദീകരണമാണ്, പക്ഷെ ഇത് തെറ്റാണ്. ആ നാരായണൻ, അതായത് പരംവ്യോമത്തിലുള്ള നാരായണൻ ആരാണ്? സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വിസ്തരണമാണ് ആ നാരായണൻ. നിങ്ങളിത് മനസ്സിലാക്കണം എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇങ്ങനെയുള്ളവരോട്, അതായത് മായാവാദികളോടും ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവരോടും ഒക്കെ കൊടുക്കുന്ന മറുപടിയാണിത്. സോറി മാതാജി, പേജ് നമ്പർ എന്ന് പറയൂ മാതാജി. പേജ് നമ്പർ 195, 72ാമത്തെ ശ്ലോകം. ഇനി തേൻഹാസി കൃഷ്ണ രൂപേ കരേന അവതാര ഈ അർത്ഥ ശ്ലോകെ ദേഖി കിയാര വിചാര. അവിടുന്ന്, അതായത് നാരായണൻ കൃഷ്ണ ഭഗവാനായി അവതരിക്കുന്നു. ഈ ശ്ലോകത്തിന് ഞാൻ കാണുന്ന അർത്ഥം ഇതാണ്, ഇനി മറ്റൊരു പരിഗണനയും ആവശ്യമില്ല. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുകയാണ്, ഇനി ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമേ ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പരമപുരുഷൻ. അപ്പം ആ മായാവാദികളോട് ഭഗവാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നു നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. അപ്പൊ ഞാൻ പറയുന്നു ആ നാരായണൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷനായി അവതരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാൻ ഇല്ല എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. താരേ കഹേ കേന കര കുതർക്കാനുമാന ശാസ്ത്ര വിരുദ്ധാർത്ഥ കഫോനഹയ പ്രമാണ. അപ്പം ഇങ്ങനെ വഴിതെറ്റിക്കപ്പെട്ട വ്യാഖ്യാതാവിനോട് നമുക്ക് മറുപടി പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധമായ യുക്തി നിർദ്ദേശിക്കുന്നത്? ഒരു വ്യാഖ്യാനം ശാസ്ത്ര തത്വങ്ങളെ എതിർക്കുന്ന പക്ഷം അതൊരിക്കലും തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. അപ്പം നമ്മളോട് എതിർക്കുന്നവരാരാണ്? അവര് വഴിതെറ്റി സഞ്ചരിക്കുന്നവരാണ്. അപ്പൊ അവരോടുള്ള മറുപടി എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ബുദ്ധിയാകെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും ശാസ്ത്രങ്ങളില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശാസ്ത്ര തത്വങ്ങളെ എതിർക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും തെളിവായിട്ട് സ്വീകരിക്കാന് ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് സത്യം. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദ്വ്യോത്തമ പുരുഷൻ. ഭഗവാന് തുല്യമായിട്ടോ ഉപരിയായിട്ടോ ആരും തന്നെയില്ല എന്നിവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇങ്ങനെയുള്ളവരോട് കൊടുക്കുന്ന മറുപടിയാണിത്. അടുത്തത് 74ാമത്തെ ശ്ലോകം. അനുവാദം അനുത്വാദോ ന വിധേയം ഉദീരയേത് ന ഹ്യലബ്ധാസ്പദം കിഞ്ചിത് കുത്രചിത് പ്രതിതിഷ്ഠതി. ഇത് സംസ്കൃതത്തിലെ വ്യാകരണത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു വാക്യത്തിൽ കർത്താവിന് മുൻപേ കർമ്മം വരരുത്, കാരണം മതിയായ ആസ്പദമില്ലാതെ അതിന് നിലനിൽക്കാനാവാതെ വരും. നമ്മള് സംസ്കൃതത്തിലെ വ്യാകരണമാണിത്. മലയാളത്തിൽ നമ്മൾ വ്യാകരണം പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? കർത്താവ്, കർമ്മം, ക്രിയ, ഇതൊക്കെ ഇല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. വാക്കുകളുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ട ഈ അലങ്കാര ശാസ്ത്ര നിയമം
ഏകാദശി തത്വം എന്ന ഗ്രന്ഥത്തിന്റെ 13ാം സ്കന്ധത്തിൽ കാണാവുന്നതാണ്. അറിയപ്പെടുന്ന ഒരു കർത്താവിന് മുൻപായി അറിയപ്പെടാത്ത ഒരു കർമ്മത്തെ ആദ്യം സ്ഥാപിക്കരുത്. എന്തെന്നാൽ പ്രതിപാദ്യ വിഷയത്തെ ആദ്യം നൽകാത്ത പക്ഷം വിശേഷകത്തിന് അർത്ഥമില്ലാതാവുന്നു. അപ്പൊ നമ്മൾ ആരെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് ആ വിഷയം നമ്മൾ ആദ്യം പറയണം. ഇല്ലെങ്കിൽ ആ കർത്താവിന് തന്നെ അർത്ഥമില്ലാതെ വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇനി 2-3 ശ്ലോകങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. അനുവാദ നാകഹി വിധേയ ആകെ അനുവാദ കഹി പശ്ചാത് വിധേയ. കർത്താവിനെ പ്രസ്താവിക്കാത്ത പക്ഷം ഒരു കർമ്മത്തെയും ഞാൻ പ്രതിപാദിക്കുന്നതല്ല. ഞാൻ ആദ്യം പറയേണ്ടത് ആദ്യവും പിന്നീടുള്ളത് പിന്നീടും പറയുന്നു. അപ്പൊ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാപ്രഭു ആരാണ് എന്താണ് എന്ന് പറയാതെ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ച് നമ്മൾ വിസ്തരിക്കുന്നത് അത് ശരിയല്ല. അങ്ങനെ വിസ്തരിച്ചാൽ ആർക്കും അത് മനസ്സിലാവില്ല. അതുകൊണ്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്, ഞാൻ ആദ്യം പറയേണ്ടത് ആദ്യം പറയുന്നു, പിന്നീട് പറയേണ്ടത് പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. ആദ്യം മഹാപ്രഭു ആരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഇത്രയധികം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന പലതിൽ നിന്നും തെളിവുകൾ എടുത്ത് ഇവിടെ നിരത്തുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ആ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീ ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ആദിപുരുഷനാണെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ആദിപുരുഷൻ തന്നെയാണ്, അവതാരിയാണ്, അല്ലാണ്ട് അവതാരമല്ല. മഹാപ്രഭുവാണ് പരമ ദിവ്യോത്തമ പുരുഷൻ. ആ മഹാപ്രഭുവിൽ നിന്നാണ് 3 പുരുഷാവതാരങ്ങളെ ഈ സൃഷ്ടിയെല്ലാം തന്നെയെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളവിടെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിധേയ കഹിയെ താരേ ഏ വസ്തു അജ്ഞാത അനുവാദ കഹി താരേ ഏഹദജ്ഞാത. അപ്പൊ ഒരു വാചകത്തിന്റെ കർമ്മം അനുവാചകന് അറിവില്ലാത്തതാകുന്നു, എന്നാൽ കർത്താവ് അവന് അറിവുള്ളതാണ്. അപ്പൊ ഒരു വാചകം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അനുവാചകൻ പറഞ്ഞാല് വായനക്കാർക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ കർത്താവ് ആരാണ് അല്ലെങ്കിൽ അതിലെ നായകൻ ആരാണ് എന്ന് വായനക്കാർക്ക് മനസ്സിലാവും. ഐച്ഛേ കഹി ഏ വിപ്ര പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിധേയ പാണ്ഡിത്യ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വിപ്രൻ ഒരു മഹാപണ്ഡിതനാണ്. ഈ വിപ്രൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഈ വിപ്രൻ ഒരു മഹാപണ്ഡിതനാണ്. ഈ വാചകത്തിൽ വിപ്രനാണ് കർത്താവ്, കർമ്മം അവന്റെ പാണ്ഡിത്യവും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, രാമൻ രാവണനെ കൊന്നു, രാമൻ കർത്താവ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ പറയുകയാണ് ഈ വിപ്രൻ ഒരു മഹാപണ്ഡിതനാണ് എന്ന് പറയുമ്പോൾ വിപ്രനാണ് കർത്താവ്, കർമ്മം എന്താണ്? പണ്ഡിതനാണ്, പാണ്ഡിത്യം, അതാണ് കർമ്മം. വിപ്രത്വ വിഖ്യാത താര പാണ്ഡിത്യ ജ്ഞാത അതയേവ വിപ്ര ആകെ പാണ്ഡിത്യ പശ്ചാത്ത. അപ്പൊ ആ മനുഷ്യൻ ഒരു വിപ്രനാണെന്നത് അറിയപ്പെടുന്നതാണ്, എന്നാൽ അവന്റെ പാണ്ഡിത്യം അജ്ഞാതമാണ്. അതുകൊണ്ട് ആദ്യം വ്യക്തിയെ പരിചയപ്പെടുത്തുകയും പിന്നീട് അയാളുടെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുകയുമാണ് വേണ്ടത്. അപ്പം ഇവിടെ വിപ്രൻ ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് ആർക്കും അറിയില്ല. പണ്ഡിതനാണോ പാമരനാണോ എന്ന് ആർക്കും അറിയില്ല. അപ്പം ആ പാണ്ഡിത്യം എന്ന് പറയുന്നത് രഹസ്യമാണ്, അജ്ഞാതമാണ്. അതുകൊണ്ട് ആ വിപ്രൻ അല്ലെങ്കിൽ ആ ബ്രാഹ്മണൻ എന്ന് ആദ്യം പറഞ്ഞിട്ട് അദ്ദേഹം പണ്ഡിതനാണ് എന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മഹാപ്രഭു ആരാണ്? മഹാപ്രഭു സ്വയം പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭുവിന്റെ ലീലകള്, മഹാപ്രഭുവിന്റെ അവതാരം, ഇതൊക്കെ പിന്നീട് വിസ്തരിക്കും. തൈചൈൻഹ അവതാര സഭ ഹൈലജ്ഞാത കാര അവതാര ഏ വസ്തു അവിജ്ഞാത. 79. ഇതേ വിധത്തിൽ ഈ അവതാരങ്ങളെല്ലാം നേരത്തെ അറിയപ്പെട്ടിരുന്നു, എന്നാൽ അവ ആരുടെ അവതാരങ്ങളാണെന്നത് അജ്ഞാതമായിരിക്കുന്നു. അപ്പം
ഇവിടെ ബ്രാഹ്മണൻ പണ്ഡിതനാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ അവതാരങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന്, കൃഷ്ണനിൽ നിന്നും വരുന്നതാണ് എന്ന് നേരത്തെ നമുക്കറിയാം. നമ്മൾ പല ഭാഗവതത്തിൽ കൂടി, ഭഗവത്ഗീതയിൽ കൂടിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആരുടെ അവതാരങ്ങളാണെന്ന് അജ്ഞാതമായിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ അവതാരങ്ങളുടെ ഒക്കെ പിന്നിൽ, അതായത് അവതാരി ആരാണെന്ന് ഇവിടെ അജ്ഞാതമായിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വിഷ്ണുവിന്റെ അവതാരം എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത്. വിഷ്ണുവല്ല കൃഷ്ണനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ കൃഷ്ണനാണ് അവതാരി അല്ലെങ്കിൽ അവതാരങ്ങളുടെ ഉറവിടമെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിവുള്ളൂ. ഏതേ ശബ്ദേ അവതാരേര ആകെ അനുവാദ പുരുഷേര അംശപാച്ഛേ വിധേയ സംവാദ. അതുകൊണ്ട് ആദ്യം ഏതേ എന്ന് പറഞ്ഞാല് ഇവർ എന്ന വാക്ക് കർത്താവിനെ, അതായത് അവതാരങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് പുരുഷാവതാരങ്ങളുടെ സമഗ്ര വിസ്തരണങ്ങൾ എന്നത് പ്രതിപാദനമായി പിന്തുടരുന്നു. അതുകൊണ്ട് ആദ്യമേ അവതാരങ്ങളെ, പിന്നീട് പുരുഷാവതാരങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞു. തൈഛേ കൃഷ്ണ അവതാര ഭിതരേ ഹൈലജ്ഞാത താൻഹാര വിശേഷജ്ഞാന സേയി അവിജ്ഞാത. ഇതേ വിധത്തിൽ കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷജ്ഞാനം അജ്ഞാതമായിരുന്നു. അപ്പം ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനെ അവതാരം ആയിട്ടാണ്, വിഷ്ണുവിന്റെ അവതാരം. ഇതൊക്കെ നമ്മളും അങ്ങനെ തന്നെയാണ്. കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഇല്ലേ? വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ, സപ്തവതാരങ്ങളിൽ ഒന്നാണ് എന്നൊക്കെയാണ് നമ്മളും ഈ വിഡ്ഢിത്തങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷജ്ഞാനം അജ്ഞാതമായിരുന്നു. അപ്പം കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് നമ്മൾക്ക് അറിവില്ലായിരുന്നു. നമ്മൾ ആ ജ്ഞാനം നമുക്ക് ഒട്ടുമേ ഇല്ലായിരുന്നു. അതയേവ കൃഷ്ണ ശബ്ദ 82. അതയേവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത്താപിച്ഛേ വിധേയ സംവാദ. 82. അതുകൊണ്ട് ആദ്യം കൃഷ്ണൻ എന്ന വാക്ക് കർത്താവായും അതിനെ പിന്തുടർന്ന് അവിടുന്ന് ആദിമൂലമായി വർണ്ണിക്കുന്ന വിശേഷകവും വരുന്നു. അതുകൊണ്ട് ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനെ കർത്താവായിട്ട് പറഞ്ഞു. പിന്നീട് ഭഗവാനാണ് എല്ലാത്തിൻ്റെയും മൂലം, ഉറവിടം, സർവകാരണം ഭഗവാനാണ് എന്ന് വർണ്ണിക്കുന്ന വിശേഷങ്ങളെല്ലാം നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണേര, ഇനി 83. കൃഷ്ണേര സ്വയം ഭഗവത ഇഹ ഹൈല സാധ്യ സ്വയം ഭഗവാനേര കൃഷ്ണത്വ ഹൈല ബാധ്യ. ശ്രീകൃഷ്ണനാണ് സർവകാരണം, ആദിപുരുഷൻ, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം, എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഇതൊക്കെ ആദിമൂലമാണ് എന്നതിൽ വരുന്നതാണ്. അപ്പം മേൽപ്പറഞ്ഞ രീതിയിലുള്ള വാക്യഘടന ഭഗവാൻ ആദിമൂലമാണെന്ന് സ്ഥാപിക്കുന്നു. അതിനാൽ സ്വയം ഭഗവാൻ അനിവാര്യമായും കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചതാണ്, ഏതേച്ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അത് നമുക്ക് മാറ്റാനേ പറ്റില്ല, അതാണ് ശരി. ഇനി 84. കൃഷ്ണയതി അംശഹൈത അംശി നാരായണ തബേ വിപരീത ഹൈത സുതേര വചന. ഇപ്പൊ കൃഷ്ണൻ അംശവും നാരായണൻ ആദി സ്രോതസ്സുമായിരുന്നെങ്കിൽ സൂത ഗോസ്വാമിയുടെ പ്രസ്താവന വിപരീത ദിശയിലാകേണ്ടതായിരുന്നു. അപ്പൊ ഇന്നിപ്പം നമ്മൾ വായിക്കുന്ന ഭാഗവതമൊക്കെ നമ്മൾ ആദ്യമേ തിരുത്തിയെല്ലാം എഴുതേണ്ടി വരും, ഇല്ലേ? ശ്രീമദ് ഭാഗവതത്തിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഏതേച്ചാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. പക്ഷേ വ്യാസദേവന്റെ എഴുതിയ ഭാഗവതം, വ്യാസദേവൻ അത് നാരായണൻ ആണ് പരമദിവ്യോത്തമ പുരുഷൻ ആയിരുന്നെങ്കിൽ വ്യാസദേവൻ ഇങ്ങനെ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പാടി പുകഴ്ത്തുമായിരുന്നു? ഒരിക്കലുമില്ല. ഈ ഭാഗവതം തന്നെ ഇതുപോലെ ആയിരിക്കില്ല, എല്ലാം മാറ്റിമറിയുമായിരുന്നു, ഇല്ലേ?
അതിലുള്ള കഥകളും തത്വങ്ങളും എല്ലാം നാരായണനെ ആസ്പദമാക്കി ആയിരുന്നേനെ. പക്ഷേ ഭാഗവതത്തിൽ ഒരിടത്തും വ്യാസദേവൻ പറഞ്ഞിട്ടില്ല നാരായണനാണ് അല്ലെങ്കിൽ വിഷ്ണു ആണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. നാരായണ അംശിയേ സ്വയം ഭഗവാൻ തേൻഹ ശ്രീകൃഷ്ണ ഐച്ഛേ കരീത വ്യാഖ്യാന. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്രകാരം പറയണമായിരുന്നു: എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായ നാരായണനാണ് സ്വയം ഭഗവാൻ, അവിടുന്ന് ശ്രീകൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് വ്യാസദേവൻ പറയുമായിരുന്നു. എല്ലാ അവതാരങ്ങളും നാരായണനിൽ നിന്നാണ് വന്നത്. നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് അല്ലെങ്കിൽ നാരായണന്റെ അവതാരമാണ് എന്ന് വ്യക്തമായിട്ട് ഭാഗവതത്തിൽ പറയുമായിരുന്നു. പക്ഷേ വ്യാസദേവൻ അത് പറഞ്ഞിട്ടില്ല. ശുകദേവ ഗോസ്വാമിയും അത് പറഞ്ഞിട്ടില്ല. പ്രേമ പ്രമാദ വിപ്രലിപ്സ കരണ പാടവ ആർഷ വിജ്ഞവാക്യേന ഹി ദോഷ ഏയി സഭ. നമോ ഭഗവതേ വാസുദേവായ. പ്രമാദ വിപ്രലിപ്സ കരണാഭവ പാടവ ഹർഷവിജ്ഞാനവാക്യേന ഹി ദോഷയേതി സഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രാമാണികരായ സാധുവര്യന്മാരുടെ വാക്യങ്ങളിൽ തെറ്റുകളും വ്യാമോഹങ്ങളും വഞ്ചനയും ഇന്ദ്രിയ അപാകതയും മൂലമുള്ള ദോഷങ്ങൾ സംഭവിക്കാറില്ല. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്, പ്രാമാണികരായ സാധുവര്യന്മാർ, അതായത് ശുദ്ധഭക്തന്മാർ പറയുന്നത് സത്യമാണ്. അതിനെ നമ്മൾ തെറ്റായിട്ട് എടുക്കരുത്, അത് അപരാധമാണ്. അവരുടെ വാക്കുകളില് തെറ്റുകളില്ല, വ്യാമോഹങ്ങളില്ല, വഞ്ചനയില്ല. നമ്മളെ പോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം കുറവുകളുണ്ട്. പക്ഷെ ശുദ്ധഭക്തരുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കുറവുമില്ല, അപാകതകളൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ ഒരു തരത്തിലുമുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. ശ്രീമദ് ഭാഗവതം പുരുഷ അവതാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്കിടയിൽ വരുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയിൽ കൃഷ്ണന് നിരുപമ സ്ഥാനവും ഭാഗവതം തുടർന്ന് വിശദീകരിക്കുന്നു. കൃഷ്ണൻ ആദിപുമാനായതിനാൽ സകല കാരണങ്ങളും വാദങ്ങളും അവിടുത്തെ പരമപുരുഷ സ്ഥാനത്തെ സുസ്ഥാപിക്കുവാൻ ഉതകുന്നു. അപ്പം നമ്മൾ ഇത്രയും കണ്ട കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഇവിടെ വീണ്ടും 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 കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറഞ്ഞുറപ്പിക്കുകയാണ്. വ്യാസദേവൻ ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്, ഇല്ലേ? വ്യാസദേവൻ അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒരിക്കലും തെറ്റാന് സാധ്യതയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നാണ്. വിഷ്ണുവല്ല പരമദിവ്യോത്തമ പുരുഷൻ, അല്ലെങ്കിൽ വിഷ്ണുവല്ല അവതാരങ്ങളുടെ ഉറവിടം, അത് തെറ്റാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അവതാരി, അതായത് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം, കാരണം. അതെ, തെളിവുകൾ സഹിതമാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല, ഇല്ലേ? ബ്രഹ്മാവിന്റെ വാക്കുകൾ നമ്മൾ കണ്ടു, ഇല്ലേ? ഇനിയിപ്പം ഭാഗവതത്തിലെയും നമ്മൾ കണ്ടു, ഇനിയും അത് തുടരുകയാണ് ഭാഗവതത്തിൽ നിന്നുള്ള തെളിവുകളെല്ലാം. അപ്പൊ നാരായണനായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും ഇവരൊക്കെ ആരെ ഗ്ലോറിഫൈ ചെയ്യുമായിരുന്നു? നാരായണനെ ഗ്ലോറിഫൈ ചെയ്യുമായിരുന്നു. ഭാഗവതത്തിൽ ഉടനീളം ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എല്ലാവരും തന്നെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് തെറ്റായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഈ ശ്ലോകങ്ങളിൽ കൂടി നമ്മളോട് പറയുന്നത്. നമ്മളിത് അവരോട് പറഞ്ഞു കൊടുക്കുക, ഇത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് തെളിവ് സഹിതം നമ്മൾക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താന് സാധിക്കും. അത് ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്. കയറിനെ സർപ്പമായി അല്ലെങ്കിൽ ഒരു മുത്തുച്ചിപ്പിയ സ്വർണമായിട്ട് കരുതുന്നു. തെറ്റായ അറിവിനെയാണ് ഭ്രമം എന്ന വാക്ക് പ്രതിപാദിക്കുന്നത്. കയറിനെ കണ്ടാൽ അതിനെ പാമ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക, അത് നമ്മളുടെ ഭ്രമം കൊണ്ടാണ്, ബുദ്ധിഭ്രമം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു മുത്തുച്ചിപ്പിയെ കണ്ടാൽ അത് സ്വർണമായിട്ട് കണക്കാക്കുന്നു, ഇത് നമ്മളുടെ ബുദ്ധി ഭ്രമമാണ്. ഇതിനെയാണ് എന്തു പറയുന്നത്?
പ്രമാദ, പ്രമാദം എന്ന അല്ലെങ്കിൽ അശ്രദ്ധ എന്ന് നമ്മൾ പറയുന്നത്. അതായത് യാഥാർത്ഥ്യത്തെ നമ്മൾ തെറ്റായിട്ട് കാണുന്നു. നമ്മളുടെ ദൃഷ്ടിയിൽ അത് ശരിയായിട്ട് തോന്നിക്കുന്നില്ല, അത് തെറ്റായിട്ട് തോന്നിക്കുന്നു. അതുപോലെ തന്നെ വിപ്രലിപ്സ, വഞ്ചന പ്രവണത. വിപ്രലിപ്സ പറഞ്ഞാല് വഞ്ചിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ്. ഇങ്ങനെ പറയുന്നത് മൂലം അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് അത് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമസത്യം. അത് നമ്മൾ തുറന്നു തന്നെ മറ്റുള്ളവരോട് പറയണം, ഇല്ലെങ്കിൽ അവരെ വഞ്ചിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വിപ്രലിപ്സ വഞ്ചന പ്രവണതയെയും കരണാപാഠവം ഭൗതികേന്ദ്രിയങ്ങളുടെ കഴിവുകേടിനെയുമാണ് സൂചിപ്പിക്കുന്നത്. കരണ അപാഠവ അതായത് ഇന്ദ്രിയങ്ങളുടെ പോരായ്മകൾ. നമ്മള് മനുഷ്യരെ, ജീവാത്മാക്കളുടെ ഇന്ദ്രിയങ്ങൾക്ക് ധാരാളം കുറവുകളുണ്ട്, ഇല്ലേ? പക്ഷേ ശുദ്ധഭക്തരുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമാണ്, അതിന് ഒരു കുറവുകളുമില്ല. ഇത്തരം കഴിവുകേടുകൾക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കാരണം നമുക്ക് ദൂരെയുള്ള ഒരു വസ്തുവിനെ നമുക്ക് കണ്ട് ഇന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ നമ്മുടെ കണ്ണിന് സാധിക്കുമോ? ഇല്ല. ഒരു നിശ്ചിത പരിധിക്കപ്പുറം കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് പ്രഭുപാദർ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളുടെ കണ്ണുകള് എന്ത് കണ്ടാലും മഞ്ഞ നിറത്തിലേ കാണുകയുള്ളൂ, ഇല്ലേ? അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാം കണ്ടാൽ ഒരു പൂ കണ്ട, ഒരു ചുവന്ന പൂ കണ്ടാൽ അത് മഞ്ഞപ്പൂവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുപോലെ കാതുകൾക്ക് അതിദൂരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനാവില്ല. എന്നാൽ ശ്രീ ഭഗവാനും അവിടുത്തെ സമഗ്ര വിസ്തരണങ്ങളും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തരും അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് അവര് പറയുന്നത് സത്യമാണ്. അവരൊരിക്കലും ഇങ്ങനെയുള്ള ജീവാത്മാക്കളെ പോലെ തെറ്റുകളാൽ നയിക്കപ്പെടാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുകയാണ്. ഇനി 87-ാമത്തെ ശ്ലോകം. വിരുദ്ധാർത്ഥേ കഹ തുമി കഹീതേ കരദ്രോഷ ത്വമാര അർത്ഥേ അവിമൃഷ്ട വിധേയംശ ദോഷ. विरुद्धार्थे कहा तुम्हें कहते करादोष तुम्हारा अर्थे अविमृष्ट विधेयांश दोष. हरे कृष्ण. ഹരേ കൃഷ്ണ. അങ്ങ് വൈരുദ്ധ്യമുള്ള ചില കാര്യങ്ങൾ പറയുകയും അത് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ കോപിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വിശദീകരണത്തിന് ഒരു സ്ഥാനം തെറ്റിയ വിശേഷകത്തിന്റെ ദോഷമുണ്ട്. ഇത് പരിഗണിക്കപ്പെടാത്ത കുറവായി തുടരുന്നു. ഇത് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇത് ആരോട് പറയുകയാണ്? മായാവാദികളോട്. ശ്രീകൃഷ്ണ ഭഗവാൻ അല്ല പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നവരോട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്, നിങ്ങള് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമസത്യം എന്ന് ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് കോപിക്കുക ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങള് ഹരകൃഷ്ണ പ്രസ്ഥാനക്കാർക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ വിഡിത്തം പറയുകയാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്നാണ് അവര് നമ്മളോട് പറയുന്നത്, ഇല്ലേ? അവര് ദേഷ്യപ്പെടും നമ്മളോട്, ഇല്ലേ? അങ്ങയുടെ വിശദീകരണത്തിന് ഒരു സ്ഥാനം തെറ്റിയ വിശേഷകത്തിന്റെ ദോഷമുണ്ട്. അപ്പൊ പറയുന്നു, നിങ്ങൾ വിശേഷിപ്പിക്കേണ്ട ആളിനെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നില്ല, ആ ആളിനെ നിങ്ങൾ താഴ്ത്തി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് തെറ്റാണ്. ഇത് പരിഗണിക്കപ്പെടാത്ത ഒരു കുറവായിട്ട് തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, തലമുറകളോളം ഈ തെറ്റിദ്ധാരണ ഇന്നും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവാണ് പരമസത്യം, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അവര് വീണ്ടും വീണ്ടും തലമുറകൾക്ക് അറിവ് കൈമാറി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അബദ്ധധാരണകളെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 88. ഞാൻ ഭഗവത്ത ഹൈദേ അന്യേര ഭഗവത്ത സ്വയം ഭഗവാൻ ശബ്ദേര താഹതേ സത്ത. ഹരേ കൃഷ്ണ. ഭഗവത്ത ഹൈദേ അന്യേരേ ഭഗവത്ത സ്വയം ഭഗവാൻ ശബ്ദരേ തഹാതേ സത്ത. ഹരേ കൃഷ്ണ. യാൻഡ്ര പറഞ്ഞ ആരുടെ? ഭഗവത്ത
ഭഗവത്വം, ഹൈതേ നിന്ന്, അന്യേര മറ്റുള്ളവരുടെ, ഭഗവത്ത ഭഗവത്വം, സ്വയം ഭഗവാൻ ശബ്ദേര സ്വയം ഭഗവാൻ എന്ന പദത്തിന്റെ, താഹ തേ അതിൽ, സത്ത സാന്നിധ്യം, മറ്റെല്ലാ ദിവ്യത്വങ്ങളുടെയും പ്രഭവമായി പരമദിവ്യോത്തമ പുരുഷൻ മാത്രമാണ് സ്വയം ഭഗവാൻ എന്ന നാമധേയത്തിന് അർഹൻ. അപ്പൊ ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുകയാണ്, പരമദിവ്യോത്തമ പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. നമ്മൾക്കറിയാം ഇല്ലേ, ഭഗവാൻ എന്ന് പറഞ്ഞാല് ഷഡൈശ്വര്യങ്ങൾ തികഞ്ഞതാണ്, 6 ഭഗങ്ങൾ തികഞ്ഞത് ഇല്ലേ. ഐശ്വര്യം, വീര്യം, യശസ്, കീർത്തി, ജ്ഞാനം, സൗന്ദര്യം, സമ്പത്ത്, ബുദ്ധി, ഇതെല്ലാം ഒത്തിണങ്ങിയത് ആർക്ക് മാത്രമേ ഉള്ളൂ? ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്. ഇനി അടുത്തത് 89. ദീപഹൈതേ ഐച്ഛേ ബഹു ദീപേരജ്വലന മൂലയേക ദീപതാഹ കരിയേ ഗണന. വിവർത്തനം: ഒരു ദീപത്തിൽ നിന്ന് അനേകം ദീപങ്ങൾ കൊളുത്തപ്പെടാം, എങ്കിലും ഞാൻ ആദ്യ ദീപത്തെ മൗലികമായി കരുതുന്നു. അപ്പം ഒരു മെഴുകുതിരിയിൽ നിന്ന് നമുക്ക് കത്തിച്ചു വെച്ച മെഴുകുതിരിയിൽ നിന്ന് എത്ര മെഴുകുതിരി വേണമെങ്കിലും നമുക്ക് കത്തിക്കാം. പക്ഷെ എല്ലാ മെഴുകുതിരിയും ഏതിൽ നിന്ന് വന്നതാണ്? ആ ഒരൊറ്റ മെഴുകുതിരിയിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. എല്ലാ അവതാരങ്ങളും സൃഷ്ടിയും നമ്മളെ ജീവാത്മാക്കളും എല്ലാം തന്നെ ആരിൽ നിന്ന് വരുന്നു? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് മൗലികം അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം. ബ്രഹ്മസംഹിത വിഷ്ണു തത്വത്തെ അഥവാ സർവാധീശത്വം എന്നതിനെ ദീപങ്ങളോട് ഉപമിക്കുന്നു. എന്തെന്നാൽ അതിലെ വിസ്തരണങ്ങളെല്ലാം തന്നെ എല്ലാ വിധത്തിലും മൂലവസ്തുവിന് തുല്യമാണ്. ജ്വലിക്കുന്ന ഒരു ദീപത്തിന് മറ്റനേകം ദീപങ്ങളെ പ്രജ്വലിപ്പിക്കാൻ കഴിയും. അങ്ങനെ പുതിയതായി തെളിയിക്കപ്പെടുന്ന ദീപങ്ങളൊന്നും തന്നെ ആദ്യ ദീപത്തിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. പക്ഷെ എന്നാലും ഏതിൽ നിന്നാണോ ആ മെഴുകുതിരി എല്ലാം കൊളുത്തിയത്, ആ ദീപമാണ് ഉറവിടം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ അവതാരങ്ങളും എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും മൂല കാരണം, ഉറവിടം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഈ ഉപമ ഗുണാവതാരങ്ങളായ ശിവന്റെയും ബ്രഹ്മാവിന്റെയും ആവിർഭാവത്തെ കൂടി വിശദമാക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ ശിവനും ബ്രഹ്മാവും പോലും എല്ലാ അവതാരങ്ങളുടെ ഉറവിടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയും ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ് എന്ന്. ശരിയാണ്, ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ്. പക്ഷേ പ്രഥമ സൃഷ്ടികർത്താവ് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ബ്രഹ്മാവ് സെക്കൻഡറി ക്രിയേറ്റർ ആണ്, ദ്വിതീയ സൃഷ്ടികർത്താവാണ്. അതുപോലെ ശിവൻ ഇല്ലേ, ശംഭോസ്തു തമോ അധിഷ്ഠാനത്വാത് കജ്ജലമയ സൂക്ഷ്മദീപ ശിഖാസ്ഥാനീയസ്യ ന തഥാ സാമ്യം. അതായത് ശിവതത്വം, ശിവൻ എന്ന് പറയുന്നത് തമോ ഗുണിയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഗുണാവതാരങ്ങളാണ് ഇല്ലേ. ബ്രഹ്മാവ് രജോ ഗുണം, വിഷ്ണു സത്വഗുണം, ശിവൻ തമോ ഗുണിയാണ്. അപ്പം ശിവനെ അധിഷ്ഠാന ദേവതയാക്കിയാൽ അത് കരുത്തിരി കത്തുന്ന മാതിരി ഇരിക്കും ഇല്ലേ. ശരിയായിട്ട് ആ ദീപം ജ്വലിക്കുമോ? ഇല്ല. കാരണം ശിവന് അതിനുള്ള കഴിവില്ല, ശക്തിയില്ല. അത്തരം ഒരു ദീപത്തിൽ നിന്ന്, ആ കരുത്തിരി കത്തുന്നതിൽ നിന്ന് നമ്മൾ കുറെ ദീപങ്ങൾ കത്തിക്കാൻ നോക്കിയാലോ അവയും അതേമാതിരി ഇരിക്കും, അതിന് ശോഭ ഉണ്ടാവില്ല. അതുകൊണ്ട് ശിവതത്വത്തെ വിഷ്ണു തത്വത്തോടെ നമുക്ക് താരതമ്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഇനി 90. തൈഛേ സഭ അവതാരേര കൃഷ്ണസേ കാരണ ആരയേക ശ്ലോക ശൂന്യ കുവ്യാഖ്യാ ഖണ്ഡന. തൈഛേ സഭ അവതാരേ കൃഷ്ണസേ കാരണ ആരയേക ശ്ലോക ശൂന്യ കുവ്യാഖ്യാന ഖണ്ഡന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇപ്രകാരം കൃഷ്ണൻ കാരണങ്ങൾക്കും അവതാരങ്ങൾക്കുമെല്ലാം കാരണമാകുന്നു. അവിടുന്ന് സർവകാരണനാണ്. ദുർവ്യാഖ്യാനങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുന്നതിന് ദയവായി മറ്റൊരു ശ്ലോകം കേൾക്കും. അപ്പം കൃഷ്ണൻ തന്നെയാണ് സർവകാരണം, ആദിപുരുഷൻ, അവതാരി. അപ്പൊ ഇനിയും കൂടുതൽ തെളിവുകള് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുകയാണ്. അത്ര സർഗോ വിസർഗസ്ഥാനം ഭോഷണം ഉദയ മന്വന്തരേശാനുകഥാ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനാർത്ഥേന ജസാം.
ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകമാണ്. ഭാഗവതത്തിന്റെ 10 ലക്ഷണങ്ങൾ അല്ലേ? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകമാണിത്. ഇതിലെ 10 വിഷയങ്ങളാണ് ഇതില്. അപ്പം സർഗം എന്ന് പറഞ്ഞാല് സൃഷ്ടി, വിഷ്ണുവിനാലുള്ള പ്രഥമ സൃഷ്ടി ആണ് സർഗം എന്ന് പറയുന്നത്. പിന്നെ വിസർഗം എന്ന് പറഞ്ഞാല് ബ്രഹ്മാവിന്റെ സൃഷ്ടി, അതായത് ബ്രഹ്മാവിന്റെ സൃഷ്ടികൾ കൃഷ്ണൻ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. പിന്നെ ബ്രഹ്മാവിനോട് സൃഷ്ടി നടത്താൻ ഭഗവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് രണ്ടാം ഘട്ട സൃഷ്ടി, അതായത് നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. അതേസമയം ഈ ബ്രഹ്മാണ്ടത്തെ, അതായത് പഞ്ചഭൂതങ്ങള്, പിന്നെ ഇന്ദ്രിയ സംവേദന വസ്തുക്കള്, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഭഗവാനാണ്. പിന്നെ മൂന്നാമത്തേത് സ്ഥാനം, അതായത് വിഷ്ണുവാണ് ഈ സൃഷ്ടിയുടെ സംരക്ഷണം. ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ പരിപാലിക്കുന്നത് ആരാണ്? വിഷ്ണുവാണ്. പിന്നെ പോഷണം, അതായത് ഭഗവാന്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നു, അതാണ് പോഷണം. അതായത് ഒരു രാജാവ് രാജ്യത്തെ എല്ലാ പ്രജകളെയും സംരക്ഷിക്കുന്നു, പക്ഷെ രാജാവിന്റെ സ്വന്തം കുടുംബത്തിനോട് പ്രത്യേക ഒരു മമത കാണിക്കും, ഇല്ലേ? അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരെയും സൃഷ്ടിച്ചു, എല്ലാത്തിനെയും പരിപാലിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാന്റെ ഭക്തരോട് ഭഗവാൻ ഒരു പ്രത്യേക ചായ്വ് കാണിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ആരോടും പാർഷ്യാലിറ്റി ഇല്ല എന്ന്. പക്ഷെ ആ ഭഗവാൻ തന്നെ പറയുന്നു, എനിക്ക് വേണ്ടി ഭക്തി മാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുന്നവരോട് ഞാനൊരു ചെറിയ ചായ്വ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഊതി. ഊതി എന്ന് പറഞ്ഞാല് സൃഷ്ടിക്കുള്ള പ്രചോദനം, ആ ശക്തി, കാരണമായിട്ടുള്ള ശക്തി, അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണം. അടുത്തത് മന്വന്തരം, അതായത് മനുക്കളുടെ ഓരോ മാറ്റം, 14 മനുക്കളുണ്ട്, അവരുടെ കാലാവധി, ഇതെല്ലാം. അടുത്തത് ഈശാനുകഥ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകള്. പിന്നീട് നിരോധം, അതായത് ഇതെല്ലാം അതായത് എന്താ പറയുക, സംഹാരം, അതാണ് നിരോധം എന്ന് പറയുന്നത്. മുക്തി, അതായത് ഈ ശരീരം വേണ്ട എന്ന് മതിയാക്കിയവർക്ക്, ഇനി ഭൗതിക ലോകത്തിന്റെ ആസ്വാദനം ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചവർക്ക് ആ സാക്ഷാത്കാര പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പൊ മുക്തി അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളും ശ്രീമദ് ഭാഗവതത്തില് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തത് ആശ്രയം. എല്ലാവരുടെയും ആശ്രയം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഈ പറഞ്ഞ പുരുഷാവതാരങ്ങൾക്കും മഹാവിഷ്ണു അല്ലെങ്കിൽ നാരായണനും പിന്നെ മായയ്ക്കും അതുപോലെ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്കും സർവ്വതാരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതം എല്ലാ ആവിഷ്കാരങ്ങളുടെയും ആശ്രയമായി ശ്രീകൃഷ്ണനെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്നാണ് പരമദിവ്യോത്തമ പുരുഷൻ. എല്ലാറ്റിന്റെയും ആദിമൂലവും ഏവരുടെയും ലക്ഷ്യവും ആ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ്? ഒന്ന് ആശ്രിതം, അതായത് എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നത്, ഇല്ലേ? പിന്നൊന്ന് ആശ്രയം തേടുന്നത്, ഇല്ലേ? നമ്മളൊക്കെ എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഇല്ലേ? ആശ്രയം തേടുന്ന ആരാണ്? മറ്റുള്ളവരെ, ബദ്ധാത്മാക്കള്, ഇല്ലേ? പിന്നെ 3 പുരുഷാവതാരങ്ങള്, വിഷ്ണു, ഇതെല്ലാം തന്നെ ആരെ ആശ്രയിക്കുന്നു? ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കുന്നു. അപ്പൊ ഇവിടെ ആശ്രയമുണ്ട്, ആശ്രിതമുണ്ട്, ഇല്ലേ? ആശ്രയം അഭയം കൊടുക്കുന്നുണ്ട്, അഭയം തേടുന്നുണ്ട്, ഇല്ലേ? അപ്പം അതാണ് ഇവിടെ 9 സ്കന്ധങ്ങളിൽ സർഗം മുതൽ മുക്തി വരെ, അതായത് പുരുഷാവതാരങ്ങള്, മറ്റവതാരങ്ങള്, ജീവാത്മാക്കള്, ബാഹ്യശക്തി, അതായത് ഭൗതിക പ്രകൃതി, ഇതെല്ലാം ഈ 9 വിഭാഗങ്ങളും എല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ഈ 9 അധ്യായവും ശ്രീമദ് ഭാഗവതത്തിന്റെ 9 അധ്യായങ്ങളും എന്തിനെയാണ്? ആശ്രിത വിഭാഗത്തിലാണ് വരുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രാർത്ഥനകളെല്ലാം ആശ്രയ തത്വമായ ശ്രീകൃഷ്ണനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ബാക്കി പ്രാർത്ഥനകളൊക്കെ ഭഗവാന് വേണ്ടിയുള്ളതാണ്, ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അത് ആശ്രയമാണ്, നമ്മളുടെ അഭയ കേന്ദ്രമാണ്. ഇവരെ വർണ്ണിക്കുന്നതിലെ നിപുണരായ മഹാത്മാക്കൾ ചിലപ്പോൾ നേരിട്ടുള്ള വർണ്ണനകളിലൂടെയും ചിലപ്പോൾ കഥകളിലൂടെയുള്ള പരോക്ഷ വർണ്ണനകളിലൂടെയും ഈ 9 വിഭാഗങ്ങളെ ശുഷ്കാന്തിയോടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം പരമനിരപേക്ഷ സത്യയായ
ശ്രീകൃഷ്ണനെ പരിപൂർണമായി അറിയുകയാണ്. ഭൗതികവും ആധ്യാത്മികവുമായ മുഴുവൻ സൃഷ്ടിയും സംഹാര സമയത്ത് ആരിൽ വിശ്രമിക്കുന്നു? എല്ലാം അവശേഷിക്കുന്ന ഔഷധികളും ജീവാത്മാക്കളും ജീവജാലങ്ങളും എല്ലാം തന്നെ ഭഗവാനിൽ ചെന്ന് ചേരുകയാണ്, ഭഗവാനിൽ വിശ്രമിക്കുന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ഭഗവാനാണ് ആദിപുരുഷൻ, ഭഗവാനാണ് എല്ലാത്തിന്റെ ഉറവിടം എന്ന് പറയുന്നതിന്. ഇനി 93. ഹരേ കൃഷ്ണ മാതാജി, ഷെയർ ചെയ്യാൻ പറ്റത്തില്ല മാതാജി, ഗ്രൂപ്പിൽ ഇട്ടുണ്ട്, വായിക്കുന്നവർക്ക് വായിക്കും. സമയമായാലൊന്ന് പറയണേ. ഇനി ശ്ലോകം 93. ആശ്രയ ജാനീത്തെ കഹി പദാർത്ഥ ഏന വേര ഉത്പത്തി ഹേതു സേ ആശ്രയാർത്ഥ. അപ്പൊ ഇവിടെ പറയുന്നു പരമമായ ആശ്രയം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് നമ്മൾക്കിപ്പോൾ വ്യക്തമായി ഇല്ലേ? ആ ആശ്രയത്തെ തിരിച്ചറിയുന്നതിനായിട്ടാണ് ഈ 9 കാര്യങ്ങള് ഞാൻ പറഞ്ഞത് അല്ലേ? അതായത് സർഗം, വിസർഗം, സ്ഥാനപോഷണ, ഊതി, മന്വന്തരം, അതായത് പുരുഷാവതാരങ്ങള്, മറ്റവതാരങ്ങള്, തടസ്ഥ ശക്തി, നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കള്, ഈ ഭൗതിക പ്രകൃതി, ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞത് എന്താണ്? ഇതെല്ലാം ഭഗവാനെ ആശ്രയിക്കുന്നവരാണ്, ഇവരാരും സ്വതന്ത്രരല്ല എന്നിവിടെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ, അതിന് യാതൊരു സംശയവുമില്ല. അപ്പം ഈ 9ന്റെ ആവിർഭാവം ആരിൽ നിന്നാണ്? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ്. ഇനി അടുത്തത് 94. കൃഷ്ണ ഏക സർവാശ്രയ കൃഷ്ണ സർവധാമ കൃഷ്ണേര ശരീരേ സർവവിശ്വേര വിശ്രാമ. അപ്പൊ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാറ്റിന്റെയും ആശ്രയവും ധാമവും. സർവവിശ്വങ്ങളും അവിടുത്തെ തിരുവിടലിൽ കുടികൊള്ളുന്നു. അപ്പൊ എല്ലാത്തിന്റെയും ആശ്രയം, അതായത് ഭഗവാന്റെ ധാമമാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഭവനം. നമ്മളുടെ ആശ്രയ കേന്ദ്രം ശ്രീകൃഷ്ണ ഭഗവാനാണ്, അല്ലാതെ നമ്മളുടെ ഭർത്താവോ മക്കളോ ഭാര്യയോ അച്ഛനമ്മമാരോ ഒന്നുമല്ല. അവരൊക്കെ തൽക്കാലത്തേക്കുള്ള ആശ്രയ കേന്ദ്രമാണ്. നമ്മൾ എന്നെന്നും എപ്പോഴും ആശ്രയിക്കേണ്ടത് ആരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അതുപോലെ നമ്മളുടെ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഭവനം ഭഗവാന്റെ ധാമമാണ്. സർവവിശ്വങ്ങളും അവിടുത്തെ തിരുവുടലിൽ കുടികൊള്ളുന്നു. ഈ അഖിലകോടി ബ്രഹ്മാണ്ടങ്ങളും ഭഗവാനിലാണ് കുടികൊള്ളുന്നത്. ഇനി 95. ദശമേ ദശമം ലക്ഷ്യം ആശ്രിതാശ്രയ വിഗ്രഹം ശ്രീകൃഷ്ണാഖ്യം പരം ധാമ ജഗദ്ധാമ നമാമി തത്. ഇപ്പം ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധം എന്ന് പറയുന്നത് ശരണാഗതരായ ആത്മാക്കളുടെ ആശ്രയമായ 10ാമത്തെ വസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അതേതാണ്? ആശ്രയം, നിരോധം, മുക്തി, ആശ്രയമാണ് ദശമസ്കന്ധം. അതാണ് ഹൃദയം എന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ഈ സൃഷ്ടിയുടെ, ഈ വിശ്വപ്രപഞ്ചത്തിന്റെ മൂല സ്രോതസ്സാകുന്ന ശ്രീകൃഷ്ണൻ എന്നറിയപ്പെടുന്ന പരംധാമമായ ആ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്. ഇനി അടുത്തത് 96. കൃഷ്ണേര സ്വരൂപ ആര ശക്തി ത്രയജ്ഞാന യാൻഹയ താൻഹി കൃഷ്ണേത യജ്ഞാന. ശ്രീകൃഷ്ണന്റെ സത്യസ്വരൂപവും ത്രിവിധ ശക്തി വിശേഷങ്ങളും അറിയുന്ന ഒരുവന് അവിടുന്നിനെ കുറിച്ച് അജ്ഞനായി തുടരാനാവില്ല. അപ്പം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമസത്യം. അദ്ദേഹം അത് വിട്ടിട്ട് മറ്റൊന്നിന്റെ പിന്നാലെ പോവില്ല. ശ്രീല ജീവ ഗോസ്വാമി തന്റെ ഭഗവത് സന്ദർഭത്തിൽ പറയുന്നു, മനുഷ്യന്റെ മാനസിക അനുമാനങ്ങളുടെ വ്യാപ്തികൾക്കെല്ലാം ഉപരിയായി അവയുടെ സ്വാഭാവിക ക്രമത്തിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ശക്തിവിശേഷങ്ങളാൽ പരമനിരപേക്ഷ സത്ത അഥവാ പരമശ്രേയസ് ഒരേ സമയം 4 അതീന്ദ്രിയ ഭാവങ്ങളിൽ വർത്തിക്കുന്നു. അതായത് ജീവ ഗോസ്വാമി ഭഗവാൻ സന്ദർഭത്തില് പറയുന്നുണ്ട്, ഭഗവാന്റെ ശക്തി വിശേഷങ്ങളാൽ ആ പരമനിരപേക്ഷ സത്ത, അതായത് പരമശ്രേയസിനെ നമ്മളെ 4 ഭാവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്നു. അതായത് പരമദിവ്യോത്തമ പുരുഷന്റെ വ്യക്തിത്വം, പിന്നീട് ബ്രഹ്മജ്യോതി ഇല്ലേ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശബ്ദതേ, പിന്നെ വിഭിന്നാംശങ്ങളായ ജീവസ്ഫുലിംഗങ്ങൾ, അതായത് ജീവാത്മാക്കള്, പിന്നെ പ്രധാൻ, പിന്നീട് സൂര്യദേവൻ അല്ലെ, പ്രധാൻ, ഇങ്ങനെ 4 എണ്ണം. അതായത് ആ പരമദിവ്യോത്തമ പുരുഷന്റെ വ്യക്തിത്വം, പിന്നെ ബ്രഹ്മജ്യോതി,
ജീവസ്ഫുലിംഗ ജീവൻ, ജീവാത്മാക്കള്, പരമാത്മാവ്, സർവകാരണങ്ങൾക്കും കാരണമായിട്ടുള്ള പ്രധാൻ. ഇങ്ങനെ 4. സൂര്യദേവൻ, സൂര്യപ്രകാശം, സൂര്യഗ്രഹത്തിനുള്ളിലെ സൂര്യരശ്മികൾ, അന്യവസ്തുക്കളിലുള്ള സൂര്യന്റെ പ്രതിഫലനങ്ങൾ. അതായത് സൂര്യനെ പറയുമ്പോൾ സൂര്യനുണ്ട്, സൂര്യന്റെ പ്രകാശമുണ്ട്, സൂര്യഗ്രഹത്തിനുള്ളിലുള്ള സൂര്യരശ്മികളുണ്ട്, പിന്നെ മറ്റുള്ള വസ്തുക്കളിൽ ആ സൂര്യരശ്മി എവിടെയെല്ലാം തട്ടി പ്രതിഫലിക്കുന്നു ആ വസ്തുക്കൾ. ഇതുപോലെ 4 കാര്യങ്ങൾ ആർക്കുമുണ്ട്? ഭഗവാനിലും ഉണ്ട്. അപ്പം പരമനിരപേക്ഷ സത്യത്തിന്റെ അസ്തിത്വത്തെ നമുക്കൊരിക്കലും ഊഹാപോഹങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സങ്കല്പിച്ചോ നമ്മൾ ഊഹിച്ചിട്ടോ ഭഗവാനെ കുറിച്ച് പറയാൻ നമ്മൾ ഒരിക്കലും സാധിക്കില്ല. സൂര്യനെ കുറിച്ച് നമുക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കത്തിജ്വലിക്കുന്ന ഗോളം, സൂര്യരശ്മി ഇല്ലേ? സൂര്യരശ്മി ഏതെല്ലാം വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ടോ ആ വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ഭഗവാനെ പറ്റി പറയുമ്പോഴും ഈ 4 കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാന് സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? ഈ ഊഹാപോഹങ്ങൾ കൊണ്ടൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാൻ അതിനൊക്കെ അപ്പുറത്താണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. സത്യത്തിന് വേണ്ടിയുള്ള സത്യസന്ധമായ അന്വേഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ ശക്തികൾ നമ്മുടെ നിസ്സാരമായ തലച്ചോറുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവയാണെന്ന് നാം നിശ്ചയമായും സമ്മതിക്കണം. നമ്മളൊക്കെ പരിമിതികൾ ഉള്ളവരാണ്. നമ്മൾക്ക് ന്യൂനതകളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ ന്യൂനതകളുണ്ട്. ആ പരിമിതമായ ബുദ്ധി കൊണ്ട് നമുക്കൊരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അഥവാ മനസ്സിലാക്കിയാൽ അതെല്ലാം ന്യൂനതകൾ ഉള്ളതായിരിക്കും. ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ നമ്മളുടെ പരിമിതമായ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടോ സാധിക്കില്ല. ശൂന്യാകാശ പര്യവേഷണത്തിന് ലോകത്തിലെ മഹാത്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ പ്രയത്നം ആവശ്യമായി വരുന്നെങ്കിലും സൃഷ്ടിയുടെ അടിസ്ഥാനപരമായ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ പോലും ശാസ്ത്രജ്ഞരെ അന്താളിപ്പിക്കുന്ന എണ്ണമറ്റ പ്രശ്നങ്ങളുണ്ട്. അത്തരം ഭൗതിക ജ്ഞാനം ആധ്യാത്മിക പ്രകൃതിയിൽ നിന്ന് വിദൂരസ്ഥമാണ്. അതിനാൽ പരമസത്യത്തിന്റെ പ്രവർത്തനവും വ്യവസ്ഥകളും മേൽപ്പറഞ്ഞതിലും കൂടുതൽ അചിന്യമായിരിക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. നമുക്കറിയാം, ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നവരെന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ ഓൾറെഡി ഭൗതിക ലോകത്തിൽ ഉള്ളതാണ് അവര് കണ്ടുപിടിക്കുന്നത്, ഇല്ലേ? അവരുടെ ബുദ്ധി കൂർമ്മമാണ്. കൂർമ്മമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അവര് നേരത്തെ തന്നെ ഈ സൃഷ്ടിയിൽ ഉള്ളതിനെ അവര് കണ്ടെടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കാനോ കണ്ടുപിടിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ബുദ്ധിക്ക് പോലും ന്യൂനതകളുണ്ട്. പരമസത്യത്തിന്റെ മുഖ്യ ശക്തികൾ 3ആയി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്കറിയാവുന്നതാണ്. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അന്തരംഗ ശക്തിയാലാണ് ആ ഭൗതിക പ്രപഞ്ചത്തിന് സംഹാരത്തിന് ശേഷവും നിലനിൽക്കുന്ന വൈകുണ്ഠ ലോകങ്ങളെല്ലാം അന്തരംഗ ശക്തിയിൽ പ്രവർത്തിക്കുന്നതാണ്, ആധ്യാത്മിക പ്രപഞ്ചം. അതുപോലെ തന്നെ തടസ്ഥ ശക്തിയാല് ജീവസത്തകളെ ജീവാത്മാക്കളായിട്ട് ഭഗവാൻ സ്വയം വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സൂര്യരശ്മികൾ എല്ലാ ദിക്കിലും വിതരണം ചെയ്യുന്നത് പോലെ ബഹിരംഗ ശക്തിയാൽ ഭഗവാൻ ഭൗതിക സൃഷ്ടിയെ പ്രത്യക്ഷമാക്കുന്നു. ഇങ്ങനെ 3 ശക്തികൾ: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. സൂര്യൻ അതിന്റെ കിരണങ്ങളാൽ ചിലപ്പോൾ മൂടൽമഞ്ഞ സൃഷ്ടിക്കുന്നത് പോലെ ഭൗതിക സൃഷ്ടി ശാശ്വതമായ വൈകുണ്ഠ പ്രകൃതിയുടെ വികലമായ പ്രതിബിംബമല്ലാതെ മറ്റൊന്നുമല്ല. 96ന്റെ ഭാവാർത്ഥം. പരമസത്യത്തിന്റെ ത്രിശക്തികളെ കുറിച്ച് വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൂടൽമഞ്ഞ സൂര്യപ്രകാശത്തെ തടഞ്ഞിട്ട് കാൽനടക്കാരനെ തെറ്റായി, നമുക്കറിയാം ഡൽഹിയിലൊക്കെ മൂടൽമഞ്ഞ് കാരണം വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്, ഇല്ലേ? ഇതൊക്കെ കാൽനടക്കാരെ തെറ്റായ ദിശയിലേക്ക് നയിച്ചിട്ട് അപകടം ഉണ്ടാക്കാൻ കാരണമാക്കിയാണ് ചെയ്യുന്നത്. ഇതുപോലെ മായാവാദികളെ തെറ്റായിട്ടുള്ള ധാരണകൾ തലയിൽ വെച്ചിട്ട് അവരും അപകടകരമായിട്ടുള്ള വഴിയിലൂടെയാണ് അവരും സഞ്ചരിക്കുന്നത്. മൂടൽമഞ്ഞിനെ സൂര്യനെ മൊത്തമായി ആവരണം ചെയ്യാൻ കഴിവില്ലെങ്കിലും സൂര്യന്റെ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ സൂര്യരശ്മികളുടെ പ്രവർത്തനത്തെ തടയാനുള്ള ശക്തി മൂടൽമഞ്ഞിനുണ്ട്. മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ട ജീവസത്തകൾ നിസ്സാരനായ ഉറുമ്പിൻ്റേതു മുതൽ ലോകത്തിന്റെ നിർമ്മാതാവായ ബ്രഹ്മാവിൻ്റേതു വരെ വലിപ്പമുള്ള ശരീരങ്ങളിൽ വിവിധ ജീവിവർഗങ്ങളിൽ പ്രത്യക്ഷമാകുന്നു. അതായത് 84 ലക്ഷം സ്പീഷീസിലും ജീവാത്മാക്കളുണ്ട്, ഇല്ലേ? അവ്യക്തിഗതമായ വീക്ഷണത്തിൽ സർവകാരണ കാരണം എന്ന് കാണപ്പെടുന്ന പ്രധാൻ
എന്ന തത്വം വാസ്തവത്തിൽ പരമപുരുഷൻ അല്ലാതെ വേറൊന്നുമല്ല എന്ന അന്തരംഗ ശക്തിയിൽ വർത്തിക്കുന്ന ഒരുവന് ഭഗവാനെ നേർക്കുനേരെ കാണുമ്പോൾ മനസ്സിലാകും ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം പ്രധാൻ എന്ന് പറയുന്നതും ഭഗവാനാണ് എന്ന്. ഭഗവാൻ തന്റെ അചിന്ത്യ ശക്തിയാൽ ഭൗതികമായ വിശ്വത്തിന്റെ വിരാട് രൂപം സ്വീകരിക്കുന്നു. 3 ശക്തികളും, അതായത് അന്തരംഗ, ബഹിരംഗ, തടസ്ഥ ശക്തികളുടെ ആത്യന്തിക വീക്ഷണത്തിൽ ഇവയെല്ലാം ഒന്ന് തന്നെയാണ് എങ്കിലും ഇവയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ആന്തരിക ശക്തി ആധ്യാത്മിക ലോകങ്ങളെ പരിപാലിക്കുന്നു. ഭൗതിക ശക്തി ഈ ഭൗതിക ലോകത്തിന് ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ഭഗവാന്റെ തടസ്ഥ ശക്തികൾ. വ്യത്യസ്ത ക്രമീകരണങ്ങളിൽ തണുപ്പും ചൂടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യുത് ശക്തിയെ പോലെ ബാഹ്യവും തടസ്ഥവുമായ ശക്തികൾ വ്യത്യസ്ത അവസ്ഥകൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതിനാലാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത്. എന്നാൽ മൗലികമായ അന്തരിക ശക്തിയിൽ അത്തരം നിബദ്ധ അവസ്ഥകളില്ല എന്ന് മാത്രമല്ല, ബാഹ്യശക്തിയുടെ നിബന്ധനകൾക്ക് തടസ്ഥ ശക്തിയെയോ തടസ്ഥ ശക്തിയുടെ നിയമങ്ങൾക്ക് തിരിച്ച് ബാഹ്യശക്തിയെയോ സ്വാധീനിക്കാനും സാധിക്കില്ല. പരമോന്നതനായ ഭഗവാന്റെ ഈ ശക്തികളുടെ എല്ലാ സങ്കീർണതകൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരുവന് പിന്നീട് ഒരിക്കലും ആത്മജ്ഞാനത്തിന്റെ സ്വാധീനത്താൽ അനുഭവജ്ഞാനത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്ന അവ്യക്തിഗതവാദിയായി നിലകൊള്ളുവാൻ കഴിയുകയില്ല. അതായത് സാക്ഷാത്കാര തലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ആർക്കും വഴിതെറ്റിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അടുത്തത് 97. കൃഷ്ണേര സ്വരൂപേര ഹയ ഷഡ്വിധ വിലാസ പ്രാഭവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. ഇത് നമ്മളിത് മനസ്സിലാക്കിയതാണ്. പ്രഭാവ വിസ്തരണങ്ങൾ, വിലാസ പ്രാഭവ പ്രകാശം, വൈഭവ പ്രകാശം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ 6 പ്രാഥമിക വിസ്തരണങ്ങളിൽ സ്വയം ആസ്വദിക്കുന്നു. പ്രാഭവവും വൈഭവവും അവിടുത്തെ 2 ആവിഷ്കാരങ്ങളാണ്. ഇപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഭഗവാന്റെ എണ്ണമറ്റ വിസ്തരണങ്ങളെ വർണ്ണിക്കാനായിട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും മുഖ്യം എന്ന് പറയുന്നത് പ്രാഭവം, വൈഭവം എന്നിങ്ങനെ 2 തരത്തിലുള്ള വിസ്തരണങ്ങളാണ്. പ്രാഭവ പ്രകാശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തുല്യ ശക്തിയുള്ള രൂപങ്ങൾ, അതായത് ബലരാമൻ, പുരുഷാവതാരങ്ങള്, പിന്നെ മറ്റ് അംശാവതാരങ്ങൾ, ആവേശാവതാരങ്ങൾ, ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ വൈഭവ വിസ്തരണങ്ങളുമാണ് അവയെല്ലാം തന്നെ. ആ പ്രാഭവ രൂപങ്ങൾ ഭഗവത് ശക്തിയുമായി ബന്ധപ്പെട്ടാണ് ആവിഷ്കൃതമാകുന്നതെങ്കിൽ വൈഭവ രൂപങ്ങൾ ഭഗവാന്റെ വൈശിഷ്ട്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പം ശക്തിമത്തായ പ്രാഭവ ആവിഷ്കാരങ്ങൾ 2 തരത്തിലുണ്ട്. അതായത് താൽക്കാലികവും ശാശ്വതമായിട്ടുള്ളതുമുണ്ട്. ഇപ്പൊ മോഹിനി, ഹംസം, ശുക്ല, ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള അവതാരം, അതായത് ഒരു പ്രത്യേക യുഗത്തില് പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് വന്നതാണ്. ധന്വന്തരി, ഋഷി പ്രഭവ വിതരണങ്ങൾ. മത്സ്യം, കൂർമ്മം, നരനാരായണൻ, വരാഹം, ഹയഗ്രീവൻ മുതലായവരൊക്കെ വൈഭവ പ്രകാശ രൂപങ്ങളാണ്. ഇനി അടുത്തത് 98. അംശശക്തിയാവേശ രൂപേ ദ്വിവിധാവതാര ബാല്യ പൗഗണ്ഡ ധർമ്മ ദ്വൈത പ്രകാര. അവിടുത്തെ അവതാരങ്ങൾ 2 തരത്തിലുണ്ട്. ഭാഗികമായിട്ടുള്ളതുണ്ട്, ശക്തിയാവേശ അവതാരങ്ങളും ഉണ്ട്. അതുപോലെ ഭഗവാന് 2 പ്രായങ്ങളിൽ ആവിർഭവിക്കുന്നുണ്ട്, ബാല്യത്തിലും ശൈശവത്തിലും. ഇപ്പം വിലാസ വിസ്തരണങ്ങൾ 6 ഉണ്ട്. അവതാരങ്ങൾ 2 തരത്തിലുണ്ട്, ശക്തിയാവേശ അവതാരങ്ങളുണ്ട്, അംശാവേശ അവതാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഏതിൽ വരും? പ്രാഭവ പ്രകാശത്തിലും വൈഭവ പ്രകാശത്തിലും വരുന്നതാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഭഗവാന്റെ 2 വിശേഷതകളാണ് ഭഗവാന്റെ ശൈശവവും അതുപോലെ ഭഗവാന്റെ ബാല്യവും. എന്നാൽ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കൈശോര അവസ്ഥ, ആ കൈശോര അവസ്ഥയിലെ രൂപത്തിലാണ് നമ്മൾ എന്നെന്നും ഭഗവാനെ ഓർമ്മിക്കുന്നത്. അതായത് ശ്യാമസുന്ദരനായിട്ട്, ത്രിഭംഗസുന്ദരനായിട്ട്, 3 വശത്ത് ഒടിവുകളോടുകൂടി ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന കൈശോര അവസ്ഥയിലുള്ള ആ രൂപം, അതാണ് ഭഗവാന്റെ നിത്യമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ, ആദിപുരുഷനായ ശ്രീകൃഷ്ണനെ എല്ലായ്പ്പോഴും തന്റെ നവയൗവനയുക്തമായ ആ കൈശോര രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. അടുത്തത് 99. കിശോര സ്വരൂപ കൃഷ്ണ സ്വയം അവതാരി ക്രീഡാകരേ ഛയരൂപേ വിശ്വഭരി. അപ്പം
ആ ത്രിഭംഗസുന്ദരനായിട്ടുള്ള ആ രൂപം, ആ കൈശ്വര സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ അവതാരങ്ങളുടെ എല്ലാത്തിൻ്റെയും സോഴ്സ് അല്ലെങ്കിൽ ഉറവിടമെന്ന് പറയുന്നത്. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ ഇതെല്ലാം പറഞ്ഞത്. അപ്പം ആ ഭഗവാനാണെങ്കിലോ, ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ, പരമസത്യം ഞാനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ 6 വിഭാഗങ്ങളിൽ സ്വയം എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ വിലാസ വിസ്തരണം, പ്രാഭവ വിസ്തരണം, ശക്തിയാവേശം, അംശാവതാരങ്ങള്, കലകള്, ഇങ്ങനെ 6 വിഭാഗങ്ങളിൽ ഭഗവാൻ സ്വയം വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് നമ്മളോട്, എന്നിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്, ഞാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. രൂപേ ഹയ അനന്ത വിഭേദ അനന്തരൂപേ ഏകരൂപ നാഹി കിച്ചു ഭേദ. അപ്പം ഈ 6 തരം രൂപങ്ങളിൽ എണ്ണമറ്റ വൈവിധ്യങ്ങളുണ്ട്. അവ അനേകമാണെങ്കിലും ഏകമാണ്, അവ തമ്മിൽ വ്യത്യാസമല്ല. അപ്പൊ ഈ 6 തരം രൂപങ്ങളിൽ തന്നെ അനേകം കോടിക്കണക്കിന് വൈവിധ്യങ്ങൾ വരുന്നുണ്ട്. ഇവ കോടിക്കണക്കിന് വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം ഒന്ന് തന്നെയാണ്, അവയ്ക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതായത് ഇവിടെ 6 എണ്ണം എടുത്തു പറയുന്നുണ്ട്. പ്രാഭവം, വൈഭവം, ശക്തിയാവേശ അവതാരങ്ങള്, പിന്നെ അംശാവതാരങ്ങള്, ശൈശവം, ബാല്യം, ഇങ്ങനെ 6 അവസ്ഥകള്. നിത്യ കൈശ്വര രൂപത്തിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ 6 രൂപങ്ങളിൽ ലീലകളാടി തന്റെ അതീന്ദ്രിയ വാസനകൾ ആസ്വദിക്കുന്നു. ഈ 6 സവിശേഷതകൾക്കുള്ളിൽ ഭഗവത് രൂപങ്ങളുടെ അനന്തമായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. ജീവരാശികളും നമ്മളും ഭഗവാന്റെ വിഭിന്ന അംശമാണ്. അവയെല്ലാം അദ്വിതീയനായ അവിടുത്തെ വൈവിധ്യങ്ങളാണ്. അപ്പൊ നമ്മള് ജീവാത്മാക്കൾ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ അധമ പ്രകൃതിയുണ്ട്, അതുകൂടാതെ എനിക്കൊരു ഉത്കൃഷ്ട പ്രകൃതി കൂടിയുണ്ട്, അത് ജീവാത്മാക്കളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഭഗവാന്റെ വൈവിധ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിത് ശക്തി, സ്വരൂപശക്തി, അന്തരംഗ നാമ, താഹാര വൈഭവ അനന്ത വൈകുണ്ഠാദിധാമ. സ്വരൂപശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ചിത് ശക്തി അനന്ത വിവിധ ആവിഷ്കരണങ്ങൾ പ്രകടമാക്കുന്നു. ഭഗവാന്റെ ചിത് ശക്തിയാണ്, സത്ത് ചിത്ത് ആനന്ദം, അതിലെ ചിത് ശക്തിയാണ് ഭഗവാന്റെ ആ അന്തരംഗ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വരൂപ ശക്തിയെ പ്രകടമാക്കുന്നത്. അപ്പം ആ ചിത് ശക്തിയിലാണ് ഭഗവാന്റെ ധാമം നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ എല്ലാ പാരാഫർണാലിയും നിലകൊള്ളുന്നത് ആ ചിത് ശക്തിയിലാണ്. മായാശക്തി ബഹിരംഗ ജഗത് കാരണ, താഹാര വൈഭവ അനന്ത ബ്രഹ്മാണ്ഡേര ഗണ. അപ്പം ബഹിരംഗ ശക്തിയായ മായ വൈവിധ്യാത്മകമായ അനന്തങ്ങളായ ഭൗതിക പ്രപഞ്ചങ്ങൾക്ക് കാരണമാകുന്നു. ഈ അഖിലകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും കാരണം ഈ ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്, മായയാണ്. ജീവശക്തി തടസ്ഥാഖ്യ നാഹിയാര അന്ത, മുഖ്യത്തിന ശക്തി താര വിഭേദ അനന്ത. അപ്പൊ നമ്മള് ഇടയിൽ കിടക്കുന്നതാണ്. അന്തരംഗ ശക്തിക്കും ബഹിരംഗ ശക്തിക്കും ഇടയിലാണ് ആര് വരുന്നത്? തടസ്ഥ ശക്തി വരുന്നത്, ഇല്ലേ? അപ്പം എണ്ണമറ്റ ആ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് കോടിക്കണക്കിന് ജീവാത്മാക്കളെ ഉൾക്കൊള്ളുന്നതാണ്. അനേകം വിഭാഗങ്ങളോടും ഉപവിഭാഗങ്ങളോടും കൂടിയ ഇവയാണ് 3 മുഖ്യ ശക്തികൾ. അതായത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. ഇതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഭാഗങ്ങൾ. ഹരേ കൃഷ്ണ. സമയമായില്ലല്ലോ, ഇല്ലേ? എനിക്കിതില് സമയമായി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. എനിക്കിതില് സമയം കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ചോദിക്കാം. കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും വരിക. മാതാജിയോട് ആദരവും, മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും ഐരാരിഖ്യത്തോട് യാതൊരു തടസ്സവും കൂടാതെ വരുന്നതിലേക്ക് വേണ്ടി 2-3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ വംശകൽപതരൂപിച്ച കൃപാസിന്ധുദേവച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ചില പ്രഭുപാദിക്ക് ജയ ശ്രീ സ്വാമിക്ക് ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രണാമ ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ. ഹരേ